ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 8ലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് എലമെന്റ് ഇൻ ബാക്ടീരിയ ഈസ്. സിമ്പിളാണ്, പ്ലാസ്മിഡ് ആണ് ഉത്തരം. എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് എലമെന്റ് ഇൻ ബാക്ടീരിയ ഈസ് പ്ലാസ്മിഡ്. ചിത്രത്തിൽ കണ്ടല്ലോ. A plasmid cell is a small extra chromosomal DNA molecule within a cell that is physically separated from chromosomal DNA and can replicate independently. അപ്പോൾ പ്ലാസ്മിഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്മിഡ് ഈസ് എ സ്മോൾ എക്സ്ട്രാ ക്രോമസോമൽ DNA molecule within a cell that is physically separated from chromosomal DNA and can replicate independently. അടുത്തതിലേക്ക് പോവാം. പ്ലാസ്മിഡിനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. അടുത്തത്, ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് കലബാർ സ്വെല്ലിംഗ്. എന്താണ് കലബാർ സ്വെല്ലിംഗ്? ആൻസർ ലോവാലോവ. ലോവാലോവ ഫൈലേറിയാസിസ് is a skin and eye disease caused by the nematode worm. Lovalova filariasis is a skin and eye disease caused by the nematode worm Lovalova. The disease can cause red itchy swellings below the skin called calabar swellings and also called as fugitive swelling. Pronunciation മൈൻഡ് ചെയ്യണ്ട, പഠിച്ചു വെക്കുക. കലബാർ സ്വെല്ലിങ്ങിന്റെ കോസേറ്റീവ് ഏജന്റ് ഏതാണ്? ലോവാലോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കലബാർ സ്വെല്ലിങ്ങിനെ തന്നെയാണ് ഫ്യൂഗിറ്റീവ് സ്വെല്ലിംഗ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ ലോവാലോവ ഓർത്തിരിക്കാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരാണല്ലോ. LOA. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് എ ക്ലസ്റ്റർ ഓഫ് പോളാർ ഫ്ലജെല്ല കോൾഡ്? പോളാർ ഫ്ലജെല്ല. ഓക്കെ, ക്ലസ്റ്റർ ഓഫ് പോളാർ ഫ്ലജെല്ല കോൾഡ്. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവില്ല, ഒരു പോളിലായിട്ടായിരിക്കും ഫ്ലജെല്ല പ്രസന്റ് ആയിട്ടുണ്ടാവുക. അത് കൂട്ടം കൂടിയിട്ടായിരിക്കും. അതിന് എന്താണ് പറയാ? ലോഫോട്രിക്കസ്. ചിത്രത്തിൽ നോക്കുക, ലോഫോട്രിക്കസ്. അപ്പോൾ ലോഫോട്രിക്കസ് ഹാവിംഗ് മൾട്ടിപ്പിൾ ഫ്ലജെല്ല ലൊക്കേറ്റഡ് അറ്റ് ദ സെയിം പോയിന്റ് സോ ദാറ്റ് ദേ ക്യാൻ ആക്ട് ഇൻ കൺസേർട്ട് ടു ഡ്രൈവ് ദ ബാക്ടീരിയം ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. അപ്പോൾ ഫ്ലജെല്ലേന്റെ പൊസിഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ ഈ ഒരു പൊസിഷനിലാകുമ്പോൾ അതിനെ എങ്ങനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നും പറഞ്ഞു. അപ്പൊ ലോഫോട്രിക്കസ് ഓർത്തു വെക്കുക. ക്ലസ്റ്റർ ഓഫ് പോളാർ ഫ്ലജെല്ല കോൾഡ് ലോഫോട്രിക്കസ്. അടുത്തതിലേക്ക് പോകാം. ഹൈബ്രിഡോമ. എന്താണ് ഹൈബ്രിഡോമ? ഈസ് എ ഹൈബ്രിഡ് സെൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ്. ഹൈബ്രിഡോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് സെല്ലാണ്. ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്യൂഷൻ ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. ഏതൊക്കെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഹൈബ്രിഡോമ ഉണ്ടായിരിക്കുന്നത്? ബി ലിംഫോസൈറ്റ് ആൻഡ് മയലോമ സെൽ. അപ്പൊ ടി ലിംഫോസൈറ്റിനെ കുറിച്ച് ഇന്നലെ നമ്മൾ തൈമസിൽ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു. ഇപ്പൊ ആരെയാ പറയുന്നത്? ബി ലിംഫോസൈറ്റ് ആൻഡ് മയലോമ സെൽ. വായിച്ചു നോക്കാം. ഹൈബ്രിഡോമ ടെക്നോളജി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് മോണോക്ലോണൽ ആന്റിബോഡീസ്. ഹൈബ്രിഡോമ ടെക്നോളജിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊഡ്യൂസ് മോണോക്ലോണൽ ആന്റിബോഡീസ്. ഇൻ ദിസ് പ്രോസസ്, ഏത് നമ്മൾ ഹൈബ്രിഡോമ ടെക്നോളജിയിൽ, ആന്റിബോഡി പ്രൊഡ്യൂസിങ് ബി ലിംഫോസൈറ്റ്സ് ആർ ഐസൊലേറ്റഡ് ഫ്രം മൈസ്. മൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മൈസ് ആണ് അല്ലേ? എന്തൊരു ടെസ്റ്റിന് വേണ്ടിയിട്ടും മൈക്രോബയോളജിയിലും അധികവും നമ്മൾ ഉപയോഗിക്കുന്നത് മൈസാണ്. മൈസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ ഓർത്ത് വെച്ച് പറയാം. ആദ്യത്തെ നമ്മൾ ഉപയോഗിച്ച ഒരു ആനിമൽ ആണെന്ന് തോന്നുന്നു മൈസ്. അത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇൻ ദിസ് പ്രോസസ് ആന്റിബോഡി പ്രൊഡ്യൂസിംഗ് ബി ലിംഫോസൈറ്റ്സ് ആർ ഐസൊലേറ്റഡ് ഫ്രം മൈസ് ആഫ്റ്റർ ഇമ്മ്യൂണൈസിംഗ് ദ മൈസ് വിത്ത് ദ സ്പെസിഫിക് ആന്റിജൻ ആൻഡ് ആർ ഫ്യൂസ്ഡ് വിത്ത് ഇമ്മോർട്ടൽ മൈലോമ സെൽ ലൈൻസ് ടു ഫോം ഹൈബ്രിഡ് സെൽസ് കോൾഡ് ഹൈബ്രിഡോമ സെൽ ലൈൻസ്. അപ്പൊ ഹൈബ്രിഡ് സെൽസിനെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മൈസിൽ നിന്നും എന്ത് ചെയ്യുന്നു? ബി ലിംഫോസൈറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. എന്തിനു ശേഷമാണ്? ആഫ്റ്റർ ഇമ്മ്യൂണൈസിംഗ് ദ മൈസ് വിത്ത് സ്പെസിഫിക് ആന്റിജൻ. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യാണ്? ഈ ബി ലിംഫോസൈറ്റ്സിനെ ഫ്യൂസ് ചെയ്യുന്നു വിത്ത് ഇമ്മോർട്ടൽ മൈലോമ സെൽ. എന്നിട്ട് ഹൈബ്രിഡ് സെൽസ് ഫോം ചെയ്യുന്നതാണ് ഹൈബ്രിഡോമ ടെക്നോളജി എന്ന് നമ്മൾ പറയുന്നത്. ബി ലിംഫോസൈറ്റ്സും മൈലോമ സെല്ലും ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഹൈബ്രിഡോമ ഉണ്ടായിരിക്കുന്നത്.
ഓക്കെ, ഹൈബ്രിഡോമ ടെക്നോളജി മനസ്സിലായല്ലോ. അടുത്തിലേക്ക് പോകാം. ഡേഷ് ആർ എസെൻഷ്യൽ ഫോർ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള എന്താണ് WBC അഥവാ ലൂക്കോസൈറ്റ്സ്. അതറിയാലോ, ലൂക്കോസൈറ്റ്സ്, ത്രോംബോസൈറ്റ്സ്, എറിത്രോസൈറ്റ്സ്, അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാലോ. പേര് കേട്ടാൽ കൺഫ്യൂഷൻ വരില്ലല്ലോ. ലൂക്കോസൈറ്റ്സ് എന്താണ്? WBC ആണ്. അപ്പൊ ലൂക്കോസൈറ്റ്സ് ആർ ആൾസോ കോൾഡ് വൈറ്റ് ബ്ലഡ് സെൽസ് are the cells of immune system that are involved in protecting the body against both infectious disease and foreign invaders. നമ്മളെ ശരീരത്തിൽ കടന്നുകൂടുന്ന ഫോറിൻ സബ്സ്റ്റൻസസിനും ഇൻഫെക്ഷൻ കാരണമാകുന്ന ഇതിനൊക്കെ എന്താണ് ചെറുത്ത് നിൽക്കാൻ നമ്മളെ ശരീരത്തെ സഹായിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത് ആരാണ്? WBC അഥവാ ലൂക്കോസൈറ്റ്സ് ആണ്. സിമ്പിൾ ആണ്. അടുത്തതിലേക്ക് പോകാം. വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിഫൈയിങ് ദ എൻസൈംസ്. എന്താണ്? ഏത് ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ക്വാണ്ടിഫൈയിങ് ദ എൻസൈംസ്. എൻസൈം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയുന്നത് G6PD എന്നാണ്. ഇതാണ് G6PD. G6PD പറഞ്ഞാൽ എന്താ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസ് എന്നാണ് പറയുന്നത്. ഒരു എൻസൈം ആണ് ദാറ്റ് ഹെൽപ്സ് റെഡ് ബ്ലഡ് സെൽസ് വർക്ക് പ്രോപ്പർലി. അപ്പം G6PD എന്താന്ന് പറഞ്ഞു. എന്താണ് എൻസൈം അസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൻസൈംസ് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് G6PD എൻസൈം അസൈസ് എന്ന് പറഞ്ഞു. അപ്പൊ എൻസൈം അസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വിച്ച് ആർ ദ ലബോറട്ടറി മെത്തേഡ്സ് ഫോർ മെഷറിംഗ് എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലബോറട്ടറി മെത്തേഡ്സ് ആണ് എൻസൈം അസൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ പറഞ്ഞത് G6PD എൻസൈം അസൈസ്. അപ്പൊ G6PD എന്താണെന്നും പറഞ്ഞു. എന്താണ്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസ്. എൻസൈം അസൈസ് എന്താണെന്നും പറഞ്ഞു. അപ്പം വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിഫൈയിങ് ദ എൻസൈംസ് ചോദിച്ചാൽ G6PD എൻസൈം അസൈസ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഓർഗാനിസംസ് ദാറ്റ് റെസിസ്റ്റ് ഡീകളറൈസേഷൻ ബൈ ആസിഡ് ആൻഡ് ആൽക്കഹോൾ ആർ കോൾഡ് ആസ്. ഓർഗാനിസംസ് ദാറ്റ് റെസിസ്റ്റ് ഡീകളറൈസേഷൻ ബൈ ആസിഡ് ആൻഡ് ആൽക്കഹോൾ ആർ കോൾഡ് ആസ്. അപ്പം ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിന് എന്താണ് പറയുന്നത്? ആസിഡിന്റെയോ ആൽക്കഹോളിന്റെയോ റിയാക്ഷന് ശേഷം ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത്തരം ഓർഗാനിസത്തിന് നമ്മൾ എന്താ പറയാ? ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസംസ് എന്നാണ് പറയാ. ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം വായിച്ചു നോക്കാം. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ, ആൾസോ നോൺ ആസ് ആസിഡ് ഫാസ്റ്റ് ബാസിലി, AFB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് AFBന്റെ ഫുൾ ഫോം ആണ് ആസിഡ് ഫാസ്റ്റ് ബാസിലി അഥവാ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ. ആർ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഷെയറിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആസിഡ് ഫാസ്റ്റ്നെസ്. അപ്പം ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ബാക്ടീരിയാസിനെയാണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ആസിഡ് ഫാസ്റ്റ്നെസ്? എന്തോ ഒരു സ്വഭാവമാണ്. അതെന്താണ്? ഇറ്റ്സ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി that gives a bacterium the ability to resist decolorization by acids during staining procedures. നമുക്ക് ഡിഫറെന്റ് സ്റ്റെയിനിങ് ടെക്നിക്സ് അറിയാലോ. അപ്പൊ ഈ സ്റ്റെയിനിങ് പ്രൊസീജിയേഴ്സിൽ നമ്മൾ ആസിഡ് ഉപയോഗിച്ച് കഴിയുമ്പം ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ബാക്ടീരിയയുടെ കഴിവ്, ആ ഒരു സ്വഭാവത്തെയാണ് നമ്മൾ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആസിഡ് ഫാസ്റ്റ്നെസ് കാണിക്കുന്ന ബാക്ടീരിയയാണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. അപ്പം നമ്മൾ ബാക്ടീരിയാസിനെ കുറിച്ച് പറയാണ്. അപ്പൊ കോമൺ ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ്? ഓർഗാനിസംസ് ദാറ്റ് റെസിസ്റ്റ് ഡീകളറൈസേഷൻ ബൈ ആസിഡ് ആൻഡ് ആൽക്കഹോൾ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം എന്ന് കോമൺ ആയിട്ട് പറയാം. അടുത്തതിലേക്ക് പോകാം. P protein can be seen in. എന്താണ്? P protein can be seen in sieve tube elements. എന്താണ്? sieve tube elements. വായിക്കാം. സ്ട്രക്ചറൽ ഫ്ലോയം പ്രോട്ടീൻസ്, അതാണ് P പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ഫ്ലോയം പ്രോട്ടീൻസ് ആർ ക്യാരക്ടറിസ്റ്റിക് components of the sieve element in all dicotyledonous and many monocotyledonous angiosperms. എന്താണ് ഈ ഫ്ലോയം പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൽ പ്രസന്റ് ആയിട്ടുള്ളതാണ്?
നമ്മൾ ഡൈകോട്ടിലിഡണസ് അതേപോലെ തന്നെ ഒരുപാട് മോണോകോട്ടിലിഡണസ് ആൻജിയോസ്പേംസിലുള്ള സീവ് എലമെന്റ്സിലെ ഒരു ക്യാരക്ടറിസ്റ്റിക് കോമ്പണന്റ് ആണ് ആര്, ഈ പ്രീ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പി പ്രോട്ടീൻ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്, സീവ് ട്യൂബ് എലമെന്റ്സിലാണ് കാണപ്പെടുന്നത്. അപ്പൊ പ്ലാന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പി പ്രോട്ടീൻ, സീവ് ട്യൂബ് എലമെന്റ്സ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ദ സ്പേം ഓഫ് നിമാറ്റോഡ്സ് ആർ. നിമാറ്റോഡ്സ് ഒരു ഫൈലം ആണല്ലേ, ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ, ഒരു ഗ്രൂപ്പിനെയാണ് നിമാറ്റോഡ് എന്ന് പറയുന്നത്. അതിൽ പെടുന്നത് ആരൊക്കെയാണ്, റൗണ്ട് വേം ഒക്കെയാണ്. അപ്പം ദ സ്പേം ഓഫ് നിമാറ്റോഡ്സ് ആർ അമീബോയിഡ് ആണ് ആൻസർ. ഏതാണ്, അമീബോയിഡ് ആണ്. അപ്പൊ നിമാറ്റോഡ്സ് പ്രൊഡ്യൂസ് അമീബോയിഡ് സ്പേം ദാറ്റ് ക്രോൾ ഓവർ ദ സർഫസ് ഇൻ എ മാനർ റെമിനിസെന്റ് ഓഫ് മെനി ആക്റ്റിൻ റിച്ച് സെൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ സർഫസിൽ ഇങ്ങനെ കാണപ്പെടുന്നതാണ് ഈ അമീബോയിഡ് സ്പേം എന്ന് പറയുന്നത്. അമീബോയിഡ് സ്പേം ഏതിന്റെയാണ്, നിമാറ്റോഡ്സ് ആണ് അമീബോയിഡ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നിമാറ്റോഡ്സ്, അമീബോയിഡ് സ്പേം കണക്ട് ചെയ്ത് വെക്കാം. അടുത്തതിലേക്ക് പോകാം. ഇൻ ഫോട്ടോസിന്തസിസ് ദ ക്ലോറോഫിൽ ഈസ് യൂസ്ഡ് ഫോർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഫോട്ടോസിന്തസിസ് എന്താണെന്നറിയാം, ക്ലോറോഫിൽ എന്താണെന്നറിയാം. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്താണ്, അബ്സോർബിങ് ലൈറ്റ്. അപ്പൊ ക്ലോറോഫിൽ റോൾ ഈസ് ടു അബ്സോർബ് ലൈറ്റ് ഫ്രം സൺലൈറ്റ് ഇൻ പ്ലാന്റ്സ്. The energy absorbed from the light is utilized to convert carbon dioxide and water molecules into glucose through photosynthesis. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ എന്താ സംഭവിക്കുന്നത്, ഈ ലൈറ്റ് എനർജി നമ്മൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ വാട്ടർ മോളിക്യൂൾസിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഈ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്, ശരീരം നായിപ്പോയി നമ്മുടെ സസ്യത്തിലെ ക്ലോറോഫിലാണ്, ഇലകളിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ. അടുത്തിലേക്ക് പോകാം. ഫിലമിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് പ്രോട്ടീൻസ്. ഫിലമിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് പ്രോട്ടീൻസ്. എക്സാമ്പിൾ ക്രോസ് ലിങ്കിങ്. അപ്പം കൂട്ടി വായിച്ചാൽ ഫിലമൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്രോസ് ലിങ്കിങ് പ്രോട്ടീൻസ്. ഓക്കെ, വായിക്കാം. ഫിലമിൻ ഹാസ് 2 ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്സ് വിത്ത് എ വി ലിങ്കേജ് ബിറ്റ്വീൻ ദം. കാണാൻ പറ്റുന്നുണ്ടല്ലോ മനസ്സിൽ, ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട് വിത്ത് എ വി ലിങ്കേജ് ബിറ്റ്വീൻ ദം സോ ദാറ്റ് ഇറ്റ് ക്രോസ് ലിങ്ക്സ് ആക്റ്റിൻ ഫിലമെന്റ്സ് ഇൻ ടു എ നെറ്റ്വർക്ക് with the filaments oriented almost right angles to one another. ഇങ്ങനെയാണ് ഫിലമെന്റ്സ് ഇരിക്കുന്നത്, റൈറ്റ് ആംഗിൾസ് ടു വൺ അനദർ ആയിട്ടാണ് ഓൾമോസ്റ്റ് ഇരിക്കുന്നത്. അപ്പം ഫിലമിന് 2 ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്, അതൊരു വി ലിങ്കേജ് ആയിട്ടാണ് അതിനിടയിൽ നിൽക്കുന്നത്. That cross links actin filaments into a network with the filaments oriented almost at right angles to each other. So filament is an example of cross-linking proteins. പിന്നെ ഫിലമെനെ കുറിച്ച് പറഞ്ഞു. ഫിലമെന്റ് പ്രോട്ടീൻ ഇൻക്ലൂഡ് FLNA, FLNB ആൻഡ് FLNC. ഏതൊക്കെയാണ് ഫിലമെന്റ് പ്രോട്ടീൻസ്? FLNA, FLNB ആൻഡ് FLNC. ഓർത്ത് വെക്കാലോ, ഫിലമിനും ക്രോസ് ലിങ്കിങ് പ്രോട്ടീൻസും. അടുത്തത്, മസിൽ സെൽസ് ആർ ഫോംഡ് ഫ്രം ദ ഫ്യൂഷൻ ഓഫ്. മസിൽ സെൽസ് അറിയാം എന്താണ്, അത് ഏതൊക്കെ ഫ്യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്തിന്റെ ഫ്യൂഷനിലൂടെയാണ് മസിൽ സെൽസ് ഫോം ചെയ്യുന്നത്? മയോബ്ലാസ്റ്റ് ആണ് ഉത്തരം. അപ്പം മസിൽ സെൽസ് ആർ ഫോംഡ് ഫ്രം ദ ഫ്യൂഷൻ ഓഫ് മയോബ്ലാസ്റ്റ്. അടുത്തതിൽ മയോബ്ലാസ്റ്റ് എന്താന്ന് പറയുന്നുണ്ട്. മയോബ്ലാസ്റ്റ് ആർ ദ എംബ്രിയോണിക് പ്രിക്കോഴ്സേഴ്സ് ഓഫ് മയോസൈറ്റ്സ്. മയോസൈറ്റ്സിന്റെ പ്രിക്കോഴ്സേഴ്സ് ആണ് എന്ത്, മയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. മയോബ്ലാസ്റ്റ് ആർ ദ എംബ്രിയോണിക് പ്രിക്കോഴ്സേഴ്സ് ഓഫ് മയോസൈറ്റ്സ്. മയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, മസിൽ സെല്ലാണ്. അതിന്റെ എംബ്രിയോണിക് സ്റ്റേജ് ആണ് മയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മയോബ്ലാസ്റ്റ് മേ ബി ക്ലാസിഫൈഡ് ആസ് സ്കെലിറ്റൽ മസിൽ മയോബ്ലാസ്റ്റ്, സ്മൂത്ത് മസിൽ മയോബ്ലാസ്റ്റ് ആൻഡ് കാർഡിയാക് മസിൽ മയോബ്ലാസ്റ്റ്. അത് നമുക്കറിയാം, മസിൽ സെല്ലിനെ നമ്മൾ അങ്ങനെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എന്താണ്, സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. അതേപോലെ തന്നെ അതിന്റെ ഏർലിയർ സ്റ്റേജ് ആയിട്ടുള്ള മയോബ്ലാസ്റ്റ് മേ ബി ക്ലാസിഫൈഡ് ആസ് സ്കെലിറ്റൽ മസിൽ മയോബ്ലാസ്റ്റ്, സ്മൂത്ത് മസിൽ മയോബ്ലാസ്റ്റ് ആൻഡ് കാർഡിയാക് മസിൽ മയോബ്ലാസ്റ്റ്. അപ്പം മയോബ്ലാസ്റ്റ് ഓർത്ത് വയ്ക്കാം.
അടുത്തതിലേക്ക് പോകാം. ദ പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ ഇൻ സെൽ കൾച്ചർ ക്യാൻ ഗിവ് റൈസ് ടു. എന്ത് പ്രക്രിയനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളെ സെൽ കൾച്ചറിലുള്ള വേർതിരിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. അത് എന്തിലേക്കാണ് നയിക്കുന്നത്? ഇൻഡ്യൂസ്ഡ് പ്ലൂരിപൊട്ടന്റ് സ്റ്റെം സെൽസ്. ഒന്നുകൂടി വായിക്കാം. ദ പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ ഇൻ സെൽ കൾച്ചർ ക്യാൻ ഗിവ് റൈസ് ടു ഇൻഡ്യൂസ്ഡ് പ്ലൂരിപൊട്ടന്റ് സ്റ്റെം സെൽസ്. ഡിഫറൻഷിയേഷൻ എന്താ പറയുന്നു? ഡിഫറൻഷിയേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഡിഫറൻഷിയേറ്റഡ് സെൽസ് റീപ്രോഗ്രാം ആൻഡ് ഗോ ബാക്ക് ടു ദെയർ പ്രിക്കേഴ്സർ കൗണ്ടർ പാർട്സ്. റീപ്രോഗ്രാം ചെയ്തിട്ട് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഡിഫറൻഷിയേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഡിഫറൻഷിയേറ്റഡ് സെൽസ് റീപ്രോഗ്രാം ആൻഡ് ഗോ ബാക്ക് ടു ദെയർ പ്രിക്കേഴ്സേഴ്സ് കൗണ്ടർ പാർട്സ്. The cells that are induced to undergo differentiation are termed as induced pluripotent stem cells. അപ്പം ഡിഫറൻഷിയേഷന് പോകുന്ന നമ്മുടെ സെൽസ്, അതിനെയാണ് ഇൻഡ്യൂസ്ഡ് പ്ലൂരിപൊട്ടന്റ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി വായിക്കുകയാണെങ്കിൽ, ദ പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ ഇൻ സെൽ കൾച്ചർ ക്യാൻ ഗിവ് റൈസ് ടു ഇൻഡ്യൂസ്ഡ് പ്ലൂരിപൊട്ടന്റ് സ്റ്റെം സെൽസ്. ഇൻഡ്യൂസ്ഡ് പ്ലൂരിപൊട്ടന്റ് സ്റ്റെം സെൽസ്. അപ്പം സെൽ കൾച്ചർ ഡിഫറൻഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അടുത്തത്, ദ മാക്സിമം എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് ട്രാൻസ്പോർട്ടഡ് ആസ് ബൈകാർബണേറ്റ്. നമ്മുടെ ശരീരത്തിലെ മാക്സിമം എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ബൈകാർബണേറ്റ് ആയിട്ടാണ്. ദ മെജോറിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ആസ് ബൈകാർബണേറ്റ് അയോൺസ്. ചെറിയൊരു ചോദ്യോത്തരമാണ്. അടുത്തതിലേക്ക്, കോൺസെൻട്രേഷൻ ഓഫ് സലൈൻ യൂസ്ഡ് ഇൻ ബ്ലഡ് ബാങ്ക്സ്. ബ്ലഡ് ബാങ്ക്സിൽ ഉപയോഗിക്കുന്ന സലൈൻ്റെ കോൺസെൻട്രേഷൻ 0.85 NaCl. എത്രയാണ്? 0.85 NaCl. ഓക്കെ, അതെന്താ ചെയ്യാനാ? പഠിച്ചു വെക്കുക തന്നെ. സലൈൻ 0.85 NaCl. അടുത്തത്, മോസ്റ്റ് ഐഡിയൽ ആന്റികോയാഗുലന്റ് ഫോർ വിൻട്രോബ്സ് മെത്തേഡ് ഓഫ് PCV ഡിറ്റർമിനേഷൻ. PCV ഡിറ്റർമിനേഷനിൽ വിൻട്രോബ് മെത്തേഡ് അതിൽ ഉപയോഗിക്കുന്ന ആന്റികോയാഗുലന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഡബിൾ ഓക്സലേറ്റ് ആണ്. ഡബിൾ ഓക്സലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? പൊട്ടാസ്യം ഓക്സലേറ്റ് ആൻഡ് അമോണിയം ഓക്സലേറ്റ്. ഓക്കെ, പൊട്ടാസ്യം ഓക്സലേറ്റ് ആൻഡ് അമോണിയം ഓക്സലേറ്റ്. Potassium oxalate and ammonium oxalate, which are used together